السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, എൻ്റെ ക്ലാസ്സുകൾ സശബ്ദം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം പ്രത്യേകിച്ച് റമളാൻ മാസത്തിൽ, പ്രത്യേകിച്ച് ശുദ്ധീകരണത്തിൻ്റെ മാസമായ, തസ്കിയത്തിൻ്റെ മാസമായ റമളാൻ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് സക്കാത്ത് എന്നുള്ളത്. അതിൻ്റെ ഗൗരവം ഏതാണ്ട് മനസ്സിലാക്കി തരുമാറ് ഒരു 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ക്ലിപ്പാണ്. നിങ്ങളെല്ലാവരും കേൾക്കുക ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു ആരാധനയാണ് സക്കാത്ത്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് നമ്മൾക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് നിന്നിട്ടും, അത് സമ്പത്തായിക്കോട്ടെ, സ്വർണ്ണമായിക്കോട്ടെ, വെള്ളിയായിക്കോട്ടെ, കച്ചവട വസ്തുക്കളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, കൃഷി വസ്തുക്കളായിക്കോട്ടെ, അള്ളാഹു നിർബന്ധമാക്കിയ സക്കാത്ത് അത് കൊടുത്തു വീട്ടേണ്ടതുണ്ട്. എത്രത്തോളം ഏറ്റവും മഹത്തരമായ നമ്മുടെ ഇബാദത്തായ നമസ്കാരം, അതിൽ നമ്മൾ സൂക്ഷ്മത കാണിക്കുന്നുവോ അത്രത്തോളം സൂക്ഷ്മത സക്കാത്തിൽ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അത് കാണുന്നില്ല. സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടവർ അത് ചെയ്യുന്നില്ല. സക്കാത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി തരുമാറുള്ള പ്രഭാഷണങ്ങൾ കുറവാണ്. നമുക്കറിയാം, സക്കാത്തിന് അർഹതപ്പെട്ടവർ, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായവർ, അവർ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു പോയ്സണസ് സർപ്പൻ, ഒരു പ്രത്യേകിച്ചുള്ള ഒരു ശിക്ഷാമുറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നൽകുന്നത്. ആ ശിക്ഷയുടെ പേരാണ് ഷുജാഉൽ അഖ്റ എന്ന് പറയുന്ന വലിയൊരു പാമ്പ്. മൻ ആതാഹുല്ലാഹു മാലൻ ഫലം യുഅദ്ദി സകാത്തഹു മുസ്സില അലൈഹി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹദീസ്, സഹീഹ് ഹദീസാണ്. സമ്പത്ത് അള്ളാഹു നൽകുകയും അതിന് സക്കാത്ത് കൊടുക്കാണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അതിനെ അവൻ്റെ കൻസ്, അവൻ സൂക്ഷിച്ച അവൻ്റെ സ്വത്ത്, അവൻ്റെ മുതൽ, ഇതൊക്കെ ഒരു പാമ്പിൻ്റെ കോലത്തിൽ അള്ളാഹു അതിനെ കൊണ്ടുവരും. എന്നിട്ട് അത് അവനെ കടിച്ചുകൊണ്ടേയിരിക്കും. ഇതിലും വലിയ ശിക്ഷ വേറെയുമുണ്ട്. പ്രത്യേകിച്ച് ഷുജാഉൽ അഖ്റ എന്ന് ഹദീസിൽ കാണുന്ന വലിയൊരു പാമ്പ്, ഒരു ഡെഡ്ലി പോയ്സണസ് സ്നേക്കാണ്. ഇത് സക്കാത്ത് അതിന് നിർബന്ധമായിട്ടുള്ളവർ, സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായിട്ട് അതിനെ കൊടുക്കാത്തവർ, അതിൽ സൂക്ഷ്മത കാണിക്കാത്തവർ, അത് കൊടുത്ത് വീട്ടേണ്ടതുപോലെ വീട്ടാത്തവർ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഖുർആൻ ഏതാണ്ട് 26ഓളം സ്ഥലങ്ങൾ നമസ്കാരത്തിൻ്റെ കൂടെ അഖീമുസ്സലാ വ ആത്തുസ് സക്കാ. അതുപോലെ ഇബ്നു അബ്ബാസ് അള്ളാഹുവിന് പറയുന്നു, സലാസ ആയാത്തിൻ നുസിലത്ത് മഅ മഖ്റൂനാത്തിഹ എന്ന് പറഞ്ഞുകൊണ്ട് 3 ആയത്തുകൾ, അതിൻ്റെ കൂടെയുള്ള 3 ആയത്ത് ഒന്നിച്ച് ഉള്ള കാര്യം അത് ചെയ്യാതെ പോകുമ്പോൾ അവൻ്റെ ആദ്യം പറഞ്ഞ അമൽ അള്ളാഹ് സ്വീകരിക്കൂല. ഒന്നെന്താണ്? അഖീമുസ്സലാ വ ആത്തുസ് സക്കാ, നമസ്കരിക്കണം, നമസ്കാരം നിർത്തണം, സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കാത്തവൻ്റെ നമസ്കാരം യഥാർത്ഥ രൂപത്തിൽ സ്വീകാര്യമല്ല. അത്തിയുല്ലാഹ വ അത്തിയു റസൂല, അള്ളാഹു അനുസരിക്കണം, അള്ളാഹു റസൂൽ അനുസരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കൂ, റസൂൽ അനുസരിക്കൂല. അല്ലെങ്കിൽ ഹദീസിനെ തള്ളിപ്പറയൽ, ഹദീസ് നിഷേധിക്കൽ, പ്രവാചക ചര്യ ഏതെങ്കിലും ചര്യയെ തള്ളിപ്പറയൽ. അതുപോലെ അനുഷ്കുർലി വലി വാലിദൈക്ക്, അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സൃഷ്ടിപ്പിന് കാരണമായിട്ടുള്ള മാതാപിതാക്കളോടും നന്ദി കാണിക്കണം. അപ്പോൾ ഈ കാര്യം 3 മക്രൂനാണ്. മക്രൂൻ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വന്ന വിഷയമാണ്. അപ്പോൾ അത് ഒഴിവാക്കിയാൽ ആദ്യത്തെ അള്ളാഹ് സ്വീകരിക്കുന്നില്ലതാണ് ഇബ്നു അബ്ബാസ് അള്ളാഹുവിൻ്റെ ഖൗലാണത്. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ ഈ സക്കാത്ത് അത് ചക്കാത്തായിട്ട് എറിഞ്ഞു കൊടുക്കേണ്ട ഒരു വിഷയമല്ല. നമ്മുടെ കയ്യിൽ ഏതാണ്ട് 595 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, വെള്ളി, കച്ചവടം ബന്ധപ്പെട്ട് നമ്മുടെ
ഒരു എമൗണ്ട്, ഈ എമൗണ്ട് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുത്തിരിക്കണം. പക്ഷേ അതിൻ്റെ ഹൗൽ ഒരു കൊല്ലമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 595 ഗ്രാം വെള്ളിയുണ്ട് എന്ന് പറയുമ്പോൾ അതിന് തത്തുല്യമായ പണമുണ്ട്. ഏതാണ്ട് 1,80,000 എന്ന് വെക്കാം ഇപ്പോഴത്തെ വില അനുസരിച്ച്. എൻ്റെ ചിലവുകളും അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ പൈസ ഒരു കൊല്ലം എൻ്റെ കയ്യിലുണ്ട് എങ്കിൽ അതിൻ്റെ സക്കാത്ത് 2% കൊടുത്തു വിട്ടണം. അത് നമ്മുടെ ക്യാഷ് ആണെങ്കിലും ബാങ്കിലാണെങ്കിലും കടമാണെങ്കിലും കച്ചവടത്തിലാണെങ്കിലും നമ്മുടെ മറ്റ് എന്തെങ്കിലും ഇൻകം സോഴ്സിലാണെങ്കിലും ഇതാണ് അതിൻ്റെ മിനിമം. ഇത് സ്വർണത്തിലും കണക്കുണ്ട്. പക്ഷേ സ്വർണത്തേക്കാൾ എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് സ്വർണം 85 ഗ്രാം എന്ന് പറയുമ്പോൾ കുറേ പൈസ ആണെന്നുണ്ട്. അതല്ലത് പാവങ്ങൾക്ക് പിന്നെ ആരും കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ വെള്ളിയാണെങ്കിൽ അത്ര വേണ്ട, ഒരു 2 ലക്ഷത്തിൻ്റെ അകത്തുള്ള എമൗണ്ട് മതി. അപ്പോൾ പാവങ്ങൾക്ക് സക്കാത്തിൻ്റെ അർഹതപ്പെട്ട കൂട്ടർക്ക്, മിസ്കീന്മാർ, ഫക്കീർ, കടബാധ്യതർ, വഴിയാത്രക്കാർ, വഴിയിലുള്ള യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ടുന്ന കൂട്ടർ, കടക്കാർ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വഴിയിൽ ജിഹാദ് ചെയ്യുന്നവർ, സക്കാത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർ, ഇസ്ലാമിനെ സ്നേഹിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരികയും അവരെ ശരിക്കും നമ്മൾ ഇണക്കുവാൻ വേണ്ടിയുള്ള ബന്ധപ്പെട്ട ചിലവുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു 8ഓളം മേഖലയിലാണ് ഈ സക്കാത്ത് നമ്മൾ ചിലവഴിക്കേണ്ടത്. അല്ലാതെ സക്കാത്ത് കേവലം ഒരു കണക്കും കഴിയുന്നില്ല, കുറച്ച് പൈസ എടുത്ത് വെച്ച് നാട്ടിൽ യാചിക്കാൻ വരുന്ന മുസ്ലിമോ അമുസ്ലിമോ നമുക്കറിയില്ല. കച്ചവടം ഇപ്പോൾ ഏതാണ്ട് ബഗേഴ്സ് മാഫിയാണ് കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കുന്നത്. അത് കച്ചവടം ഒരു പ്രത്യേക ഒരു രീതിയാണ് കച്ചവടം. പ്രത്യേകിച്ച് റമദാൻ മാസം യാചകന്മാരെ അല്ലെങ്കിൽ പിന്നെ യാചന ജോലിയെ പ്രോത്സാഹിപ്പിക്കേണ്ട മാസമല്ലല്ലോ. പക്ഷേ അതങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ കൊടുക്കണം. പക്ഷേ അതിന് പ്രോത്സാഹനമായിക്കൂടാ. അപകടകാരികളായ യാചകന്മാരുമുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. അവർ മുസ്ലിമുകൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ശതമാനം മാറ്റിവെക്കാം. പക്ഷേ നമുക്കറിയില്ല ആര് വരുന്നത്. എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു വരും, അസ്സലാമു അലൈക്കും പറഞ്ഞു വരും, തൊപ്പിട്ട് വരും, ബുർക്കിട്ട് വരും. അകത്തായാലും നമുക്കറിയില്ല. അത് ചോദിക്കാനുള്ള ഒരു ചുറ്റുപാടും അത് സൗകര്യപ്രദമാകുന്നില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ റമദാൻ മാസം ചെയ്യുന്ന കിറ്റുകൾ, അതുപോലെ മറ്റ് ഇഫ്താറുകൾ, ഇതിനൊക്കെ കൊടുത്തിരിക്കേണ്ടതല്ല സക്കാത്ത് അർഹതപ്പെട്ട കൂട്ടർ എത്തിച്ചു കൊടുക്കണം. ഷാഫി മദ്ഹബ് പ്രത്യേകിച്ച് അത് സൂക്ഷ്മത കാണിക്കാൻ വേണ്ടി നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. സക്കാത്തിൻ്റെ പൈസ എങ്ങനെയും കൊടുക്കാനല്ല. ഒന്ന് നമ്മളെ കുടുംബത്തിലുണ്ടോ, നമ്മൾ ആഹാരം കൊടുക്കൽ അല്ലാത്ത നമ്മുടെ കുടുംബാംഗങ്ങൾ അഖരീബ അവർ തേടണം. അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾ, നാട്ടുകാർ, ഉസ്താദുമാർ, ഇഷ്ടംപോലെ ഉസ്താദന്മാരുണ്ട്. അവർ മിസ്കീന്മാരാണ്, ഫക്കീറല്ല. അവർ ചോദിക്കില്ല, പക്ഷെ അവർ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല. ആവശ്യങ്ങളെന്ത്, അത് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമാണ് ആവശ്യങ്ങൾ. ഇന്ന് വിദ്യാഭ്യാസ ചെലവ്, വണ്ടിച്ചെലവ്, വണ്ടിയുടെ കൂലി കൊടുക്കേണ്ടി വരുന്നുണ്ട്, അതുപോലെ വാടക, അതുപോലെ ഇലക്ട്രിക് ബിൽ, ഇങ്ങനെ പല കാര്യങ്ങളും ചിലവ് കൂടിക്കൊണ്ട് പോവാണ്. അതനുസരിച്ച് ശമ്പളം അവർക്കില്ല. അപ്പോൾ ആ നില ഉസ്താദന്മാർ പോയാൽ ഏതെങ്കിലും ഒന്നിന് മാത്രം കൊടുക്കലല്ല. അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ പാവപ്പെട്ട ഉസ്താദന്മാർ, പണക്കാര ഉസ്താദന്മാരുണ്ട്, ഉസ്താദന്മാരും കൊടുക്കണം, അതുപോലെ അവരും കൊടുക്കണം. അതുപോലെ സദക്ക എല്ലാവരും കൊടുക്കാം. പക്ഷേ ഇത് നിർബന്ധമായ സക്കാത്ത്, നേരത്തെ പറഞ്ഞ ആ നിസാബ്, നേരത്തെ പറഞ്ഞ ഹൗല്, അത് ഉണ്ടെങ്കിൽ 2% സക്കാത്ത് കൊടുത്തിരിക്കണം. എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ സ്വർണമുണ്ടെങ്കിൽ, പക്ഷേ ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, മാലിക് മദ്ഹബിൽ ഹുലീന് ആഭരണത്തിൽ സക്കാത്തില്ല. പക്ഷേ ഹനഫി മദ്ഹബിൽ 10 പണാകുമ്പോൾ സക്കാത്തുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ മദ്ഹബാണ് ഹനഫി മദ്ഹബ്. ഏറ്റവും വലിയ ഇമാമാണ് ആളമുൽ ഇമാം. അപ്പോൾ നമ്മൾ ഷാഫി ആയിക്കൊണ്ട് തന്നെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ആ മദ്ഹബ് സ്വീകരിച്ചുകൊണ്ട് പാവങ്ങൾക്ക് എത്തുമാറ് നമ്മുടെ സ്വർണത്തിൻ്റെ പോലും സക്കാത്ത് കൊടുത്തിരിക്കൽ നല്ലതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതവരെ ഇഷ്ടം പോലെയാണ്. പക്ഷേ നല്ലതാണ്, കൊടുക്കാം, അഫ്ളലാണ്. അപ്പോൾ അത് ഞാൻ ഷാഫിയാണ്, എനിക്ക് കൊടുക്കേണ്ടതില്ല, എനിക്ക് ഹുലീന് സക്കാത്തില്ല, ആഭരണത്തിന് സക്കാത്തിലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് ആഭരണം കൂട്ടിക്കൊണ്ട് പോകുന്നതല്ല. മറിച്ച് അവിടെയും സൂക്ഷ്മത കാണിച്ചുകൊണ്ട്, ഹനഫി മദ്ഹബിൻ്റെ അഭിപ്രായത്തിൽ ഞാൻ സൂക്ഷ്മത കാണിച്ചുകൊണ്ട് കൊടുക്കുന്നു എന്ന് കൊടുക്കാൻ തീർച്ചയായിട്ടും അതിന് പ്രതിഫലമുണ്ട്. അപ്പോൾ ആ നിലക്ക് സക്കാത്തിൻ്റെ വിഷയത്തിൽ വളരെ ഗൗരവപൂർവമായ വിഷയമാണ്. നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ കഴിവിൻ്റെ പരമാവധി ആ സക്കാത്ത് ശരിക്കും നമ്മുടെ ശുദ്ധീകരണം, നമ്മുടെ സമ്പത്ത് ശുദ്ധീകരണം, നമ്മുടെ മനസ്സ് ശുദ്ധീകരണം, നമ്മുടെ അമൽ ശുദ്ധീകരിക്കുന്ന, നമ്മുടെ കുറ്റങ്ങളെല്ലാം പുറത്തു തരുന്നുണ്ട്. മറിച്ചാണെങ്കിലോ ഏറ്റവും വലിയ
അപകടകരമായ കാര്യമാണ്. സക്കാത്ത് കൊടുക്കാതെ ആരെങ്കിലും മരിച്ചു പോകുന്നുവെങ്കിൽ അത് പിന്നെ അവൻ്റെ ശിക്ഷ അതിഭയാനകമാണ്. അത് വല്ലാതെ ശ്രദ്ധിച്ചിരിക്കുക. സക്കാത്തിൻ്റെ പണം അത് റമദാൻ മാസം മാത്രം കൊടുക്കാനുള്ളതല്ല. ഒരു വർഷമാകുമ്പോൾ ചിലപ്പോൾ ഷവ്വാലിലാകും, ചിലപ്പോൾ ഷഅബാനിലാകും, ഒരു വർഷം. ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ റമദാൻ മാസം മാത്രം കൊടുക്കുന്നെങ്കിൽ അടുത്ത റമദാൻ മാസം. അപ്പോൾ ആ ഒരു കൊല്ലത്തിൻ്റെ കണക്ക് ഓർമ്മ ഉണ്ടായിരിക്കുക. അതുപോലെ എന്താണോ എൻ്റെ ഇൻകം, എന്താണ് എനിക്ക് കിട്ടുന്നത്, ഞാൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ, സക്കാത്ത് കൊടുക്കാൻ എനിക്ക് നിർബന്ധമായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നോക്കി ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് സക്കാത്ത്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ നമ്മുടെ നോമ്പ് മൈൻഡ്ഫുള്ളായിരിക്കണം. നമ്മുടെ സമ്പത്ത് എല്ലാം ഒരു നല്ലൊരു ഉണർവോടുകൂടി, നല്ലൊരു ബോധ്യത്തോടു കൂടി എനിക്ക് അള്ളാഹുവിലേക്ക് മടങ്ങണം, എൻ്റെ കുറ്റങ്ങൾ അള്ളാഹ് പുറത്തേരണം, എനിക്ക് എത്തുപ്പമ്മിനാർ നരകമോചനമുണ്ടാകണം, എനിക്ക് സ്വർഗ്ഗത്തിൽ ഉയർന്ന പദവി കിട്ടണം. ഇങ്ങനെയുള്ളൊരു സെൽഫ് റിഫ്ലക്ഷൻ മൈൻഡോട് കൂടി നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ശരിക്കും നോമ്പ് നോൽക്കുന്ന കൂടെ തന്നെ ഈ വിഷയത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് എല്ലാവരും അതിന് ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു സുബ്ഹാനഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.